ഓക്കെ പറഞ്ഞോളൂ പിന്നെ ജലീൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ നേരിൽ കാണാതെ ആയിരക്കണക്കിന് മൈലുകൾക്ക് ഇപ്പുറത്തു നിന്ന് ഇങ്ങനെ അഭിസംബോധന ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. പവർ ഓഫ് യൂത്ത് എന്ന പേരിൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയും ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുള്ളത്. സാധാരണഗതിയിൽ കേരളത്തിൽ ഇന്ന് വരെ ഒരു ചെറിയ കാലയളവ് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സമയത്തും കോൺഗ്രസ് എന്നൊക്കെ മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ സഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ ഈ തവണ അതിൽ നിന്ന് ഭിന്നമായ ഒരു ചിത്രമാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്യുമ്പോഴും കേരള നിയമസഭയിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ 37 അല്ലെങ്കിൽ 38 മാത്രമാണ്. 47 അംഗങ്ങളുള്ള CPM ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പ്രത്യേകതയാണ്. ഈ സവിശേഷത എന്തുകൊണ്ട് രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ശക്തമായ ഇടതുപക്ഷ സാന്നിധ്യം വേണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് പോലും ഇടതുപക്ഷ മനസ്സും ഇടതുപക്ഷ നിലപാടുകളും ഉണ്ടാകുന്നതിന്റെ പിന്നിലെ വികാരം എന്ന് പറയുന്നത് ഇവിടെ ഇടതുപക്ഷ പാർട്ടികൾ, വിശിഷ്യ CPM, വളരെ ശക്തമായിട്ട് ഇടപെടുകയും അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒരു സാഹചര്യം നിലനിർത്തി കൊണ്ടുപോകേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. കേരളത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ സാന്നിധ്യം ഇല്ലാതാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം കേരളമല്ലാതാകുന്നു എന്നതാണ്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി കേരളത്തിൽ ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സവിശേഷതകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കേരളത്തിലെ ഇടതുപക്ഷ സ്വാധീനമാണ് എന്ന് പറഞ്ഞാൽ അത് ചരിത്രപരമായി ശരിയായ ഒരു പ്രസ്താവന മാത്രമാകും. അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാകും ചരിത്രത്തിന് വിരുദ്ധമാവുക. കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷവും അതിന്റെ മുൻപും ഒക്കെ വലതുപക്ഷ പാർട്ടിയിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസിനെ ഒരു ഇടതുപക്ഷ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ആ ശ്രമം വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇടതുപക്ഷാനുഭാവികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇടതുപക്ഷ സംഘടനക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള പാർട്ടികൾക്ക് കേരളത്തിൽ രൂപം നൽകി. ഇത് നമ്മുടെ രാജ്യത്ത് രൂപം നൽകി. അതിന് വലിയ ഒരളവോളം സ്വാധീനം സമൂഹത്തിൽ ചെലുത്താൻ വേണ്ടി കഴിഞ്ഞു. കേരളത്തിന്റെ സെക്കുലർ ഫാബ്രിക്, സെക്കുലർ കൺസെപ്റ്റ് രൂപപ്പെടുത്തിയെടുക്കുന്നത് ഇടതുപക്ഷ പാർട്ടികൾ, വിശിഷ്യ CPM അടക്കമുള്ള പാർട്ടികൾ വഹിച്ച പങ്ക് ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞതാണ്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ പാർട്ടികളാണ് കേരളത്തിലും പ്രവർത്തിക്കുന്നത്. ഓൾ ഇന്ത്യ സ്വഭാവമുള്ള പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, BJP അടക്കമുള്ള പാർട്ടികൾ. കോൺഗ്രസും കേരളത്തിന് പുറത്ത് സ്വീകരിക്കുന്ന നിലപാടല്ല കേരളത്തിൽ അവർ സ്വീകരിക്കുന്നത്. BJP കേരളത്തിന് പുറത്ത് സ്വീകരിക്കുന്ന നിലപാടല്ല കേരളത്തിൽ സ്വീകരിക്കുന്നത്. BJPയുടെ RSSന്റെ പ്രത്യയശാസ്ത്രം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ബോംബെയിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഒന്നു തന്നെയാണ്. എന്നാൽ അവരവിടെ സ്വീകരിക്കുന്ന സമീപനം കേരളത്തിൽ അവർ സ്വീകരിക്കാൻ ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് തീവ്ര വലതുപക്ഷ സ്വഭാവം കേരളത്തിന് പുറത്ത് കാണിക്കുമ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയങ്ങളിൽ ഭേദഗതി അവതരിപ്പിക്കാറുള്ളത് കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അവരാണ് ആ തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള കോൺഗ്രസിന്റെ കാഴ്ചപ്പാടുകളെ ഇടതുപക്ഷ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുറംപൂച്ചെങ്കിലും നൽകുവാനുള്ള ഭേദഗതികൾ ഉന്നയിക്കാറ്. അപ്പൊ കേരളീയ സമൂഹത്തിൽ
സോഷ്യലിസ്റ്റ് കൺസെപ്റ്റും ഇക്വാലിറ്റിയുടെ സമത്വത്തിൻ്റെതായിട്ടുള്ള കൺസെപ്റ്റും എന്തുമാത്രമാണ് ഇടതുപക്ഷ പാർട്ടികൾ പ്രചരിപ്പിച്ചത് എന്നുള്ളതിന് ഇതിലും വലിയ തെളിവുകൾ നാം അന്വേഷിച്ചു പോകേണ്ടതായിട്ടില്ല. ദൗർബല്യങ്ങൾ ഉണ്ടാകാം ഇടതുപക്ഷ പാർട്ടികൾക്ക്. സമ്പൂർണമാണ് ഇടതുപക്ഷ പാർട്ടികൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മനുഷ്യ സഹജമായിട്ടുള്ള തകരാറുകൾ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഉണ്ടാവാം. പക്ഷെ മറ്റുള്ള പാർട്ടികളുമായി തുലനം ചെയ്യുമ്പോൾ, അവരുടെ നേതാക്കന്മാരുമായിട്ട് ചെയ്യുമ്പോൾ, അവരുടെ പ്രവർത്തകന്മാരുമായിട്ട് തുലനം ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ എത്രയോ ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വളരെ വളരെ മുന്നിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചെറിയ തെറ്റുകൾ പോലും സമൂഹത്തിന് വലിയ തെറ്റുകളായിട്ട് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത്രമാത്രം ജനങ്ങൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വെള്ള തുണിയിൽ ഒരു ചെറിയ പുള്ളി ഉണ്ടാകുമ്പോൾ അത് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. നേരെ മറിച്ച് നേരത്തെ തന്നെ അഴുക്കുള്ള ഒരു വസ്ത്രത്തിൽ കറുത്ത പുള്ളി വീണാൽ അതാരും ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷ പാർട്ടികളുടെ തെറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ, മാനുഷികമായിട്ടുള്ള വീഴ്ചകൾ പ്രൊജക്ട് ചെയ്യപ്പെടുമ്പോ ഇടതുപക്ഷ പാർട്ടികൾക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും വല്ലാത്ത ഒരു പ്രയാസം, ഇടതുപക്ഷം മനസ്സുള്ളവർക്ക് ഒരു പ്രയാസം അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായിട്ട് തന്നെ നിലനിൽക്കണം. എന്നാൽ ഇടതുപക്ഷ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലയിൽ ചില ഗുണഗണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവണം, ഈ ഒരു മനസ്സും ബോധവുമുള്ള ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇപ്പൊ പുതിയ കാലം എന്ന് പറയുന്നത് നമ്മൾ എന്തു പറയുന്നു എന്ന് നോക്കി അതിന് വിരുദ്ധമായി നമ്മളിൽ നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വരുന്നുണ്ടോ, പിശകുകൾ വരുന്നുണ്ടോ എന്ന് 1000 കണ്ണുകളോടുകൂടി നിരീക്ഷിക്കുവാനുള്ള സംവിധാനമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സത്യസന്ധമായ ആത്മാർത്ഥമായിട്ടുള്ള നിലപാടുകൾ നമുക്ക് ഉണ്ടാവണം. ഇടതുപക്ഷ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ ഒരു ബോധത്തോടെയും ബോധ്യത്തോടെയും പ്രവർത്തിക്കുവാൻ വേണ്ടി തയ്യാറാകണം. ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ ചാനലുകൾ, അവരൊക്കെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടെടുക്കുന്നു. അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ പാർട്ടികളുടെ പതനമാണ്. ഇങ്ങനെ എല്ലാവരാലും വിമർശിക്കപ്പെടാൻ മാത്രം എന്ത് പാതകമാണ് ഈ രാജ്യത്ത് ഇടതുപക്ഷ പാർട്ടികൾ ചെയ്തത്? അവർ വളരെ ശക്തമായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട്, മുതലാളിത്ത വിരുദ്ധ നിലപാട്, കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ അത് ശരിയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ സംഘടിതമായിട്ട് പത്രമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി, ചാനലുകളെ ഉപയോഗപ്പെടുത്തി അതിന്റെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ബോധവാന്മാരാക്കി അവരെ സമരമുഖത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇടതു പാർട്ടികളാണ്. ഇടതു പാർട്ടികളുടെ ഈ ഒരു ഇടപെടൽ കൂടി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്നാൽ അവർക്കറിയാം ഇന്ത്യയെ അവരുടെ ഒരു കമ്പോളമാക്കി മാറ്റുവാൻ അവർക്ക് കഴിയും എന്ന്. അവരുടേതാക്കി സ്വന്തമാക്കി പൂർണ്ണമായി മാറ്റണമെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ സാന്നിധ്യം ഇല്ലാതാവണം, അവരുടെ ശക്തി കുറയണം. അതായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടിതമായി ഇടതുപക്ഷ പാർട്ടികൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിന്റെ കാരണം. അമേരിക്കയുമായി ആണവക്കരാറിൽ ഇന്ത്യ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ എല്ലാവരും ഇടതുപക്ഷ പാർട്ടികളെ വിമർശിച്ചത്. അതുപോലെ തന്നെ അവരുമായി സൈനിക വിന്യാസം, സൈനിക കരാറുകൾ, അവർക്ക് മറ്റു മൂന്നാം ലോക രാജ്യങ്ങളെ ആക്രമിക്കുവാനുള്ള ഇടത്താവളം ഇന്ത്യയിൽ കൊടുക്കുക, ഇതൊക്കെ അവരുടെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായി ഇന്ത്യയിലെ ജനങ്ങളെ ചിന്തിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുവാൻ ഈ ഇടതുപക്ഷ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷ പാർട്ടികൾ സമീപകാലത്ത് അനഭിമതമാക്കപ്പെടുവാനും ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ വേറിട്ട് നിർത്തുവാനുള്ള കള്ളക്കഥകൾ മെനയുവാനും ഒക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇടതുപക്ഷ സാന്നിധ്യം ഇല്ലാതാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം സമ്പൂർണമായി നമ്മുടെ രാജ്യം വലതുപക്ഷവാദികൾക്ക് അടിപ്പെടുന്നുവെന്ന് മാത്രമല്ല, നമ്മൾ പരമ്പരാഗതമായി തുടരുന്ന സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള നിലപാടിൽ വെള്ളം ചേർക്കപ്പെടുകയും
അധികം വൈകാതെ രാഷ്ട്രീയ സാമ്രാജ്യത്വം അല്ല, രാഷ്ട്രീയാധിപത്യത്തിന് അപ്പുറം സാമ്പത്തികമായിട്ടുള്ള ആധിപത്യം, സാമൂഹ്യമായിട്ടുള്ള ആധിപത്യം, സാംസ്കാരികമായിട്ടുള്ള മേൽക്കോയ്മ നമ്മളുടെ മേൽ നേടിയെടുക്കുവാൻ വലതുപക്ഷ ശക്തികൾക്കും സാമ്രാജ്യത്വ ശക്തികൾക്കും സാധിക്കും എന്നുള്ളതാണ്. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊടുക്കാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചരിത്ര സന്ധിയിൽ ചെയ്യുവാനുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏതെങ്കിലും ഒരു പാർട്ടി, ഇപ്പൊ ബംഗാളിൽ കഴിഞ്ഞ 10-35 വർഷക്കാലത്തെ ഭരണത്തിന് അറുതി വന്നു എന്ന് പറയുന്നത് ശരിയാണ്. കോൺഗ്രസിന്റെ ഭരണം 1947 തുടങ്ങി 77 അവസാനിച്ചു. 30 കൊല്ലക്കാലമാണ് തുടർച്ചയായി 57 കഴിഞ്ഞ് 67, 57, 67, 77, 30 കൊല്ലക്കാലമാണ് തുടർച്ചയായി കോൺഗ്രസിന്റെ ഭരണം നിലനിന്നത്. കോൺഗ്രസിന് ആളുകൾ തൂത്തെറിഞ്ഞു. കോൺഗ്രസിന്റെ നേതാവ് ശ്രീമതി ഗാന്ധി തോറ്റു, അവരുടെ മകൻ സഞ്ജയ് ഗാന്ധി പരാജയപ്പെട്ടു. കോൺഗ്രസ് ഇനി ഒരിക്കലും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് പോലും സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള വിധത്തിലേക്ക് തകർന്നടിഞ്ഞു. അവിടെ നിന്നും കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റ് വന്നു. ഒരു വലതുപക്ഷ പാർട്ടിക്ക് അങ്ങനെ വരാമെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളെ പോലെ വളരെ ശക്തമായ അടിത്തറയുള്ള കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ചരിത്രപരമായി ശരിയല്ലാത്ത ഒരു കാര്യമാണ്. 10-35 വർഷക്കാലം ബംഗാളിൽ നിലനിന്ന ഭരണത്തിനെതിരായി ഒരു വികാരമുണ്ടായി. ഇക്കരെ നിൽക്കുമ്പോൾ തോന്നും അക്കരെ പച്ചയാണ് എന്ന്. ആ ഒരു തോന്നൽ മാത്രമാണ് ബംഗാളിലെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അവരധികം വൈകാതെ അവർക്ക് സംഭവിച്ച തെറ്റ് മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിത്തറയെ പോഷിപ്പിക്കുവാനുള്ള അവരാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യും എന്നതിന് വരും കാലം സാക്ഷിയാകും. കേരളത്തിൽ ഇന്നുവരെ ഭരിച്ച പാർട്ടിക്ക് ഇത്ര വലിയ ഒരു സ്വാധീനം, മേൽക്കോയ്മ തെരഞ്ഞെടുപ്പിൽ നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കേരളത്തിലും നമുക്ക് നല്ല മുന്നേറ്റം നടത്തുവാൻ വേണ്ടി സാധിച്ചു. അപ്പൊ ഇടതുപക്ഷ പാർട്ടികൾക്ക് പ്രയാസപ്പെടേണ്ട, മാനസികമായി ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതൊരു നിലപാടാണ്, ഒരു മനസ്ഥിതിയാണ്. ഈ മനസ്ഥിതിയെയും നിലപാടിനെയും സുശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതിൽ മതവും ജാതിയും വർഗവും വർണ്ണവും ഒന്നും വിഷയമായിട്ട് വരുന്നില്ല. സത്യസന്ധമായി ആത്മാർത്ഥമായി ഈ താല്പര്യങ്ങളുടെ തടവറയിൽ കഴിയുന്നവർക്കെതിരായി പോരാട്ടം നടത്തുന്നതിന് ഇടതുപക്ഷ മനസ്സ് ഉള്ളവർക്ക് മാത്രമേ കഴിയൂ. ആ ഇടതുപക്ഷ മനസ്സുള്ളവരെ ഏകീകരിപ്പിക്കുക എന്നുള്ള ചരിത്രപരമായിട്ടുള്ള ദൗത്യമാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ CPIM-ന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇതുവരെ എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും കൂടി ചെയ്തുകൊണ്ട് ഇങ്ങനൊരു അവസരം നൽകിയ ഇതിന്റെ സംഘാടകന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒറ്റ ചോദ്യം. അത് പിന്നെ ഈ ലീഗുകാരുടെ ഒരു കുപ്രചരണം, അത് പിന്നെ KTG ഇങ്ങനെ ലീഗിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കുപ്രചരണം ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു KMCC റൂം എന്നൊരു റൂമിനെ തുറന്നിട്ട് അവരവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതൊക്കെ വെറുതെ അവര് പറയല്ലേ. അതൊക്കെ എല്ലാവരും പിന്നെ ഇവര് വിചാരിക്കുന്ന പോലെ ആകും എന്ന് ധരിച്ചതിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഇടതുപക്ഷ പാർട്ടികൾ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വളരെ വലിയ സഹായങ്ങൾ ചെയ്തു. അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ സഹായിച്ചവരെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ സദാചാരത്തിന് യോജിച്ച കാര്യമേ അല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തായാലും ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചു, വളരെ നന്ദിയുണ്ട്. ഇനിയും കൂടുതൽ പിന്നെ വല്ലപ്പോഴൊക്കെ ഞങ്ങളായിട്ട് സംസാരിക്കാൻ മനസ്സുണ്ടാവണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക്സ്.